വിളക്കുകൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. മത്തായി 5:15. നേപ്പാളിലെ മക്വാൻപൂർ ജില്ലയിലെ 10ാം വാർഡിലെ ടാഡ്കോളയിലെ മറ്റൊരു പ്രഭാതം. ടാഡ്കോള എന്ന വാക്കിന് കല്ലുകൾ നിറഞ്ഞ പുഴ എന്നാണ് അർത്ഥം. ടാഡ്കോളയിലെ ഗ്രാമീണരെ പോലെ പാത്രങ്ങൾ കഴുകുന്നതിനും കുളിക്കുന്നതിനും ഈ പുഴയെ തന്നെയാണ് ഞങ്ങളും ആശ്രയിക്കുന്നത്. പുലർകാലത്തെ കോടമഞ്ഞും തണുത്ത കാലാവസ്ഥയും ഏറെ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ നമ്മുടെ നവോദയ സ്കൂളിൽ നിന്ന് 3 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് നേപ്പാളിലെ 3 വില്ലേജസിലേക്ക്, ചെപ്പാങ്ങുകളുടെ 3 വില്ലേജസിലേക്ക് പോയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ 1ാമത്തെ ഗ്രൂപ്പാണ്. ഞങ്ങൾ മൊത്തം 9 ബ്രദേഴ്സും ഒരച്ഛനുമാണുള്ളത്. നമ്മുടെ സിറിലച്ഛനാണ് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇപ്പം ഞങ്ങൾ കാലത്തെണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം ഇനി കുർബാനയ്ക്ക് പോകാനായിട്ട്. അപ്പോൾ അതിൻ്റെ തിരക്കാണ്. ഇപ്പോൾ ഞങ്ങൾ ഒരു തരത്തിൽ കനലൊക്കെ കത്തിച്ച് തീയൊക്കെ പിടിപ്പിച്ച് വരുന്നേ ഉള്ളൂ. കുർബാനയ്ക്ക് ശേഷം നമ്മൾ ചെറിയ വില്ലേജിൽ ചെറിയ ചെറിയ വർക്ക്സ് ഒക്കെ ഉണ്ട്. വഴി ശരിയാക്കാൻ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉണ്ട്. പിന്നെ വില്ലേജേഴ്സുമായിട്ട് പരിചയപ്പെടാനും ഒക്കെ നമ്മൾ കുർബാന കഴിഞ്ഞിട്ട് പോകുന്നതാണ്. കുളി കഴിഞ്ഞ് എത്തിയ ബ്രദേഴ്സ് കുർബാനയുടെ ഒരുക്കങ്ങൾ നടത്തുകയാണ്. നേപ്പാളിലെ പ്രൊട്ടസ്റ്റന്റ് പള്ളിയുടെ ചെറിയൊരു സ്റ്റേജിൽ കുർബാന ആരംഭിക്കുകയായി. In the name of the Father, and of the Son, and the Holy Spirit. Amen. The grace of our Lord Jesus Christ, the love of God, and the communion of the Holy Spirit be with you all. And with your spirit. Once again, good morning to all. Good morning, Father. Actually, we are in the second day. One day is already over, but we have planned. രണ്ടാമത്തെ ദിവസം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നമ്മൾ സംസാരിച്ചായിരുന്നു. അതിന് ഇന്നത്തെ കുർബാനയോട് കൂടിയിട്ട് നമ്മൾ നമ്മുടെ പ്രോഗ്രാമുകൾ ആരംഭിക്കുകയാണ്. നമ്മുടെ പരിശുദ്ധ കുർബാനയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട. ആ കുർബാനയോട് കൂടിയിട്ട് നമ്മൾ ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഊർജ്ജസ്വലത നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും ഉണ്ടാവും. ഇന്നത്തെ സുവിശേഷം പറയുക, that Jesus uses certain kinds of overstatements to tell the truth. Okay, I'm here to bring fire or disaster or division. It's a kind of overstatements to tell the truth. So what we need to do, നമ്മൾ എന്ത് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, we need to open our minds and heart to the reality of our world. അത് ഇന്ന് നമ്മൾ വിളിച്ചിരിക്കുന്നത്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതാണ് റിയാലിറ്റി ഓഫ് ദ വേൾഡ് ആൻഡ് റിയാലിറ്റി ഓഫ് അവർ ഹ്യൂമൻ കണ്ടീഷൻ. 2 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതാണ് ഈ ഓപ്പൺ അവർ ഹാർട്ട്സ്, മൈൻഡ്സ് ടു the reality of our world and to the reality of the human conditions. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച അത്. അവിടെ നമ്മൾ നമ്മുടെ ഹൃദയം തുറന്ന്
മനസ്സ് തുറന്ന് ആൾക്കാരെ കാണുക. എന്നിട്ട് വാട്ട് ആർ മൈ പാഷൻസ് ഓർ പാഷനേറ്റ് അബൌട്ട്. ഓക്കെ, ജീസസ് പാഷൻ വാസ് വാട്ട് മിഷൻ. നോ, ആൻഡ് വാട്ട് അബൌട്ട് അവർ പാഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ലോകത്തിൻ്റെ ചിന്താഗതികളെ കാണുക, രീതികൾ കാണുക, മനുഷ്യൻ്റെ അവസ്ഥ കാണുക. സന്യാസി എന്ന നിലയ്ക്ക് എൻ്റെ പാഷൻ എന്താ എന്നുള്ളത് തിരിച്ചറിയുക, എന്നിട്ട് പ്രവർത്തിക്കാൻ. അല്ല, നമുക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉണ്ട് അല്ലേ. അപ്പം എൻ്റെ പാഷൻ എന്നാന്ന് തിരിച്ചറിയുക, ലോകത്തിലോട്ട് നോക്കിയിട്ട്, താമസിക്കുന്ന മനുഷ്യരെ നോക്കിയിട്ട്, എന്നിട്ട് സത്യത്തെക്കുറിച്ച് പറയുക, സത്യമായിട്ടുള്ള കാര്യങ്ങൾ, നീതിബോധത്തോടു കൂടിയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സുവിശേഷത്തിൻ്റെ ഒരു ഉള്ളടക്കം. നമ്മുടെ പ്രവൃത്തിയും വെച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മുടെ കണ്ണുകളും നമ്മുടെ കാതുകളും നമ്മുടെ മനസ്സും തുറന്ന് ലോകത്തെ കാണുക, മനുഷ്യരെ കാണുക, അവരുടെ അവസ്ഥ കാണുക. എന്നിട്ട് എൻ്റെ സന്യാസത്തിൻ്റെ പാഷൻ എന്താണെന്ന് ചിന്തിക്കുക. ജീസസിൻ്റെ കർത്താവിൻ്റെ പാഷൻ എന്ന് പറയുന്നത് മിഷൻ ഒരു പാഷനായിരുന്നു അല്ലേ. അതുപോലെ എൻ്റെ പാഷൻ എന്താണെന്ന് ചിന്തിക്കുക. അപ്പോഴാണ് നമുക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാകുക. സന്യാസത്തെക്കുറിച്ചുള്ള നമുക്ക് വ്യക്തിപരമായിട്ടുള്ള തിരിച്ചറിവ് നമുക്ക് വ്യക്തി ജീവിതത്തിൽ കാണുക. അതിനു വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കുക, തിരിച്ചറിവിന് വേണ്ടിയിട്ട് അല്ലേ. ഇത് ജോസഫ് അന്നക്കുട്ടി ജോസിൻ്റെ ഒരു ചെറിയൊരു കുട്ടി. ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ദ വേൾഡ് സ്ലൈറ്റ്ലി ബെറ്റർ, you need an extra eye to see the unseen, extra heart to feel the unfelt, and extra ear to hear the unheard. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം അതാണ്. അത് ഓർത്തിരിക്കുക. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതാ കർത്താവ് ഇന്ന് നമ്മളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായിട്ട് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ പ്രവൃത്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോ കുടുംബാംഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളുമായിട്ട് ഇന്ന് അടുത്ത് പെരുമാറുവാനായിട്ടും അടുത്ത് നമ്മൾ സംസാരിക്കുവാനായിട്ടും പോകുന്ന ഈ വില്ലേജിലുള്ള എല്ലാ വ്യക്തികളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരന്മാരെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരെ, ഒത്തിരി ബിബിനച്ഛന്, മഞ്ജുഷച്ഛന്, റോബി അച്ഛന്, ജിജോ അച്ഛന്, എല്ലാവരും പുറത്തു നിന്നുള്ള സപ്പോർട്ടുകൾ നമുക്ക് തരുന്നു. നമ്മളും വളരെ സംതൃപ്തിയോട് കൂടിയിട്ടിരിക്കുന്നു. ഇതൊക്കെ തമ്പുരാൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വിശുദ്ധ കുർബാനയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രവേശിക്കാം. And let us pause for a while to call our failures and shortcomings and ask Lord pardon and mercy to celebrate the Eucharist in a fruitful manner. And let us say together, I confess to Almighty God my brothers and sisters, that I have committed sin in my thoughts and in my words, in what I have done and what I have failed to do. through my fault, through my most grievous fault. Therefore I ask Blessed Mary, a Virgin, all the angels and saints, and to you, my brothers and sisters, to pray for me to Lord. May the Almighty God have mercy on us, forgive our sins, and bring us to everlasting life. Amen. Lord, have mercy. Lord, have mercy. Christ, have mercy. Christ, have mercy. Lord, have mercy. പാപനിമിത്തം തന്നിൽ നിന്നും അകന്നുപോയ മാനവരാശിയെ ദൈവവുമായി അനുരഞ്ജനപ്പെടുത്തി അവരെ രക്ഷിച്ചെടുക്കുന്നതിനായി കാൽവരിയുടെ നെറുകയിൽ ജീവത്യാഗമായി മാറിയവന്റെ പുണ്യപ്രവൃത്തി ഇവിടെ അനുസ്മരിക്കപ്പെടുകയാണ്. At the time he was betrayed and entered willingly into his passion, പീഡാസഹനങ്ങളുടെ ആ തലേ രാത്രിയിൽ അവൻ അപ്പവും വീഞ്ഞുമെടുത്ത് അത് തന്റെ തിരുശരീരവും തിരുരക്തവുമാക്കി മാറ്റുകയും അതിലൂടെ വിശുദ്ധ കുർബാന സ്ഥാപിതമാക്കുകയും ചെയ്ത ക്രിസ്തുനാഥന്റെ താൽപര്യപ്രകാരം ഗാഗുൽത്തായിലെ അവന്റെ പരമബലി നമ്മുടെ അൾത്താരകളിൽ ഇന്നും പുനരർപ്പിക്കപ്പെടുകയാണ്. കാഴ്ച സമർപ്പണ സമയത്ത് പുരോഹിതൻ തന്റെ കരങ്ങളാൽ അപ്പവും വീഞ്ഞും ദൈവത്തിന് കാഴ്ച വസ്തുക്കളായി സമർപ്പിക്കുന്നത് വഴി നാം നമ്മെ തന്നെയാണ് പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുന്നത്. ദൈവസന്നിധിയിൽ ഞങ്ങളുടെ സമർപ്പണത്തിന്റെ മൂല്യം വളരെ പരിമിതമാണെന്ന് ഞങ്ങൾക്കറിയാം പൊന്നുതമ്പുരാനെ.
അങ്ങയുടെ പൗത്രീകരണം വഴി ഞങ്ങളെയും ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങളെയും ലോകം മുഴുവനുള്ള എല്ലാ മിഷണറിമാരെയും അങ്ങ് പൗത്രീകരിക്കണമേ. നിന്നെ അറിയാത്ത, നിന്നെക്കുറിച്ച് കേൾക്കാത്ത അനേകായിരങ്ങൾ ഇന്നും ഈ ഭൂമിയിലുണ്ട്. കർത്താവെ, അവരുടെ ഇടങ്ങളിലേക്ക് ഒരു മിഷണറിയായി പോകാൻ ഇനിയും ഒരുപാട് പേരെ നീ ഒരുക്കണമേ. The body and blood of our Lord Jesus Christ bring eternal life. The body and blood of our Lord Jesus Christ bring eternal life. The Lord be with you. And with your spirit. May the Almighty God bless you, the Father, Son, and the Holy Spirit. Amen. The Mass is ended. Go in peace and serve the Lord. Thanks be to the Lord. ബലിയർപ്പണത്തിന് ശേഷം ഭക്ഷണം കഴിച്ച് ഞങ്ങളെല്ലാവരും മലമുകളിലെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി. ഏകദേശം ഞങ്ങൾ താമസിക്കുന്ന പ്രൊട്ടസ്റ്റന്റ് പള്ളിയിൽ നിന്നും 2 മണിക്കൂർ നടന്നാലേ മലമുകളിലെ ഗ്രാമങ്ങളിൽ എത്തിച്ചേരാൻ കഴിയൂ. ഞങ്ങളോടൊപ്പം സോഷ്യൽ വർക്കറായ ദിൽ ചപ്പാങ്ങും കൂടെയുണ്ട്. ഈ നാടിനെക്കുറിച്ചും ഈ നാടിൻ്റെ സംസ്കാരങ്ങളെക്കുറിച്ചും ഏറെ അടുത്തറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ദിൽ ചപ്പാങ്. ചെറിയൊരു നാട്ടിടവഴി താണ്ടി ഞങ്ങൾ യാത്ര തുടരുമ്പോൾ ഇവിടെ ഒരമ്മയും മകളും ചേർന്ന് നെല്ല് കൊയ്തെടുക്കുകയാണ്. കൊയ്തെടുക്കുന്ന നെല്ല് പാടങ്ങളിൽ തന്നെ ഉണക്കിനിടുന്നതാണ് ഈ നാടിൻ്റെ പ്രത്യേകത. യാത്രക്കിടയിൽ തൊട്ടടുത്ത് കണ്ട ഒരു ചപ്പാങ് ഭവനത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചെന്നു. അവരുമായി സിറിൽ അച്ഛൻ ഏറെ നേരം സംസാരിച്ചു. 3-4 महिना 3 महिना खाने हो, 9 महिना त फर्स्ने नै हो. മഴക്കാലങ്ങളിൽ അവർ ഭക്ഷിക്കുന്ന ചോളമാണ് വീടിന്റെ മുകളിൽ കെട്ടിയിട്ടിരിക്കുന്നത്. മഴക്കാലം കഴിഞ്ഞുകൂടുക എന്നത് ഈ ഗ്രാമീണരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. 3 മാസം ഇവര് ചോളം മാത്രമേ കഴിക്കുന്നത്. അതിനുശേഷം ബാക്കി മാസങ്ങളില് അരി. മഴക്കാലങ്ങളിൽ ചോളം പൊടിച്ചു കുറുക്കി കഴിച്ചും മലമുകളിൽ കയറി കാട്ടുകിഴങ്ങുകൾ ശേഖരിച്ചുമാണ് ആ സമയങ്ങളിൽ അവർ കഴിഞ്ഞുകൂടുന്നത്. സർക്കാർबाट कोविडको लागि कुछ खाना पीना मिला? കോവിഡാനന്തരം നേപ്പാളിലെ ഗ്രാമങ്ങളിലേക്ക് യാതൊരുവിധ സഹായങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഭിച്ചില്ല എന്നവർ ഏറെ വിഷമതയോടെ ഞങ്ങളോട് പറഞ്ഞു. ഏറെ നേരം അവരോടൊത്ത് സമയം ചെലവഴിച്ച ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയും മറ്റൊരു ഭവനം സന്ദർശിക്കുകയും ചെയ്തു. ചപ്പാങ് ഗോത്രത്തിൽപ്പെട്ട വ്യക്തികൾ തന്നെയാണ് ഈ ഭവനത്തിലും താമസിക്കുന്നത്. ചപ്പാങ് വീടുകൾ വളരെ ചെറുതാണെങ്കിലും വീടും പരിസരവും മനോഹരമായി സൂക്ഷിക്കുന്നവരാണ് ഈ നാട്ടുകാർ. അവിടെ നിന്നിറങ്ങി മറ്റൊരു ഭവനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. വൃദ്ധനായ ഒരു കുടുംബനാഥനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പേരക്കുട്ടികളും അടങ്ങുന്ന 7 പേർ താമസിക്കുന്നത് ഈ ചെറിയ കുടിലാണ്. ദിൽ ചപ്പാങ് അവരുമായി ഏറെ നേരം സംസാരിക്കുകയും നേപ്പാളിലെ ഗ്രാമീണ ജീവിത രീതി ബ്രദേഴ്സിന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. ചിറ്റവൻ നാഷണൽ പാർക്കിൽ നിന്നും കുടിയിറക്കിയ ഈ ആദിവാസി വിഭാഗത്തിൻ്റെ കാട്ടിലെ ഓർമ്മകൾ വീണ്ടും ഓർത്തെടുക്കുന്നതിൻ്റെ ഭാഗമായി കഴുത്തിൽ ഒരു കവണ തൂക്കിയിട്ടാണ് ഇവിടെ ഒരു കുട്ടി നിൽക്കുന്നത്.
പ്രായം ചെന്ന ആ ചപ്പാങ് വല്യപ്പനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ മറ്റൊരു ഭവനത്തിലേക്ക് നടന്നു. ഭവനങ്ങളിലെല്ലാം പുരുഷന്മാരുടെ സാന്നിധ്യം വളരെ കുറവാണ്. പകൽ സമയങ്ങളിൽ ജോലിയുമായി ബന്ധപ്പെട്ട് അവർ കൃഷിയിടങ്ങളിലാണ് ചിലവഴിക്കുന്നത്. വളരെ ചെറിയൊരു കുടിലിൻ്റെ അരികിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. വാതിലുകളില്ലാത്ത ആ ഭവനത്തിനകത്ത് ആരും തന്നെയില്ലായിരുന്നു. ലിറ്റിൽ ഫ്ലവർ സൊസൈറ്റിയുടെ നേപ്പാൾ മിഷൻ്റെ ഏറ്റവും വലിയ ഒരു ഘടകമാണ് ഈ ചപ്പാങ് വില്ലേജ് എന്ന് പറയുന്നത്. നമ്മൾ മെയിനായിട്ട് ലിറ്റിൽ ഫ്ലവർ സൊസൈറ്റി മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ചപ്പാങ് വില്ലേജ് ഡെവലപ്മെൻറ്റ്, അവരുടെ പഠനം, അതിന് ഭാഗമായിട്ടാണ് നമ്മുടെ നവോദയ സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ ഇന്ന് താമസിക്കുന്നത് ഈ ഡാട്ട്കോള എന്ന് പറയുന്ന ഈ ഏരിയ ഇത് ചപ്പാങ് വില്ലേജാണ്. അപ്പോൾ ഇവിടെ കമ്മ്യൂണിറ്റി ഏരിയാസാണ് നമ്മൾ കാണുന്നത്. നമ്മൾ താഴെ നിന്ന് വീടുകൾ സന്ദർശിച്ചു. ആദ്യം ഒരു വീട് സന്ദർശിച്ചു. അവിടെ അവരുടെ വീട്ടിൽ ചോളം വച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ 3 മാസം അവർ ചോളം കഴിക്കുന്നു. ബാക്കി കാലങ്ങളിൽ അവർക്ക് കുറച്ച് റൈസ് അങ്ങനെയുള്ളത്, അല്ലാത്ത കാലഘട്ടത്തിൽ അവരങ്ങനെ കിഴങ്ങ് അങ്ങനെയുള്ള ഭക്ഷ്യസാധനങ്ങളാണ് കഴിക്കുന്നത്. അങ്ങനെ 2-3 വീടുകൾ വിസിറ്റ് ചെയ്തു. അപ്പോൾ അവരുടെ വീടിൻ്റെ സ്ഥിതികൾ നിങ്ങൾ കണ്ടു. അപ്പം നമ്മുടെ ഒരു മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് ഇവരെ കുറച്ചൊരു പുറം ലോകത്തെ ഇവർക്ക് സാധ്യതകളുണ്ടെന്ന് കാണിക്കുക. അല്ലെങ്കിൽ ഇവരിവിടെ തന്നെ വഴിയില്ല, ഇവരിവിടെ കിട്ടുന്നതുകൊണ്ട് ഇവിടെ ഭക്ഷിച്ച് ജീവിച്ചു പോകുന്നു. അതല്ല, അതിനപ്പുറം ഇവർക്ക് കുറച്ച് സാധ്യതകളുണ്ട്. ഇവർക്ക് ഇനി വരും തലമുറയ്ക്ക് മുന്നോട്ട് വേറെ ജീവിത രീതി കണ്ടുപിടിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടും വരും തലമുറ കുറച്ചും കൂടെ വളർന്നു വരുന്നതിനും വേണ്ടിയിട്ട്, ബൗദ്ധികമായിട്ട് വളർന്നു വരുന്നതിനും വേണ്ടിയിട്ട് കുറേ സാധ്യതകളുണ്ടെന്ന് നമ്മൾ മുഖേന അവർക്ക് കാണിച്ചു കൊടുക്കണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ചിന്താഗതി, ഒരു മിഷൻ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രദേഴ്സിനെ നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഈ CPP പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇവർ വില്ലേജ് വിസിറ്റ് നടത്തുന്നു. അവർ ഇത് കണ്ടിട്ട് അവർക്ക് മുന്നോട്ട് അവർ മുഖേന എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് ഫിനാൻഷ്യലി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും, നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ മുഖേന ഇവർക്ക് ഒത്തിരി കാര്യങ്ങൾ കൊടുക്കുവാനായിട്ടുള്ള ആൾക്കാരുണ്ട്. അതൊരു പ്രോപ്പർ ചാനലിലൂടെ ഇവരിലോട്ട് എത്തിക്കുവാനായിട്ടുള്ള ഒരു മിഷൻ നമുക്ക് വേണം. അതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മളിലൂടെ ഇവരെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു ഇതിലോട്ടാണ് ഈ ബ്രദേഴ്സിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ചിന്താഗതി നമുക്ക് വേണം. അതാണ് ലിറ്റിൽ ഫ്ലവർ മിഷൻ്റെ ചിന്താഗതി. അതാണ് നമ്മളിലൂടെ ഇവരെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് മറ്റുള്ളവർ ഇവരെ സഹായിക്കാൻ ഒത്തിരി ഉണ്ട്. അത് നമ്മളിലൂടെ ഇവർക്ക് പ്രോപ്പറായിട്ട് എത്തിക്കുക, പ്രോപ്പറായിട്ട് നടത്തി കൊടുക്കുക. അപ്പോൾ ഇവർക്ക് കുറച്ചും കൂടെ ഉള്ള പുറത്തോട്ടുള്ള ലോകത്തോട്ട് കുറച്ചും കൂടെ അറിവുകൾ വരും, പുറം ലോകവുമായിട്ട്. അതപ്പോൾ ഇവരുടെ ജീവിത രീതികൾ മാറും, ജീവിത കാഴ്ചപ്പാടുകൾ മാറും. അല്ലാതെ വേറെ ആരും ഇങ്ങോട്ടൊന്നും എത്തിപ്പെടുന്ന ഒരു ഏരിയ അല്ല. അപ്പോൾ നമ്മളിനി മുന്നോട്ട് പോകുന്നു, ഇനി മുന്നോട്ട് അവർ താമസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീടുകൾ കയറി പോകും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട ജോലി എന്താണ്, നമ്മൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിനുള്ള ജോലികളായിരിക്കും ചെയ്യുക. ഒന്ന് സ്കൂൾ വൃത്തിയാക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ വഴി ശരിയാക്കി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി എത്തിപ്പെടണമെങ്കിൽ ഒരു 3/4 മണിക്കൂറും കൂടെ നമ്മൾ നടക്കണം. അതിനിടയ്ക്ക് നമ്മൾ 1-2 വീടുകൾ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. അവരുടെ ഒരു ജീവിത രീതി എന്നാണ് ഒന്നും കൂടെ വ്യക്തമായിട്ട് കാണുന്നതായി. ഈ ചപ്പാങ്ങിൻ്റെ ഏരിയ ഒരു ക്രിസ്ത്യൻ ഒരു പോപ്പുലേറ്റഡ് ഏരിയ ആണ്. ക്രിസ്ത്യൻ പോപ്പുലേറ്റഡ് അവർ പഴയകാലം തൊട്ട് ക്രിസ്ത്യൻ ട്രഡീഷനിൽ വിശ്വസിച്ച് വരുന്നവരും ഇങ്ങനെയുള്ള കൂട്ടായ്മകളൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊരു പ്രൊട്ടസ്റ്റൻ്റ് ക്രിസ്ത്യൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. പക്ഷെ അതിനൊരു ഫോളോ അപ്പ് ഇല്ല. അതായത് അവർക്ക് മുന്നോട്ട് ആ ട്രഡീഷന്, ആ മൊറാലിറ്റി, അല്ലെങ്കിൽ ആ കാഴ്ചപ്പാട് അതൊന്നും കൊടുക്കുവാനായിട്ട്, അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുവാനായിട്ട് ആരും ഇല്ല. അതവർ വിശ്വസിക്കുന്നുണ്ട്, അതവർ വ്യക്തിപരമായിട്ട് അത് പ്രകടമാക്കുകയും ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷെ അവർ നന്നായിട്ട് ഗൈഡ് ചെയ്യുവാനായിട്ടുള്ള വ്യക്തികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുകൊണ്ട് ഇവരുടെ ജീവിത രീതി ഇതായതുകൊണ്ട് മോറൽ വാല്യൂസ് ഒക്കെ കുറവാണ്. മോറൽ വാല്യൂസ് അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ഈ കൃഷിപ്പണി അല്ലാതെ അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ മോറൽ വാല്യൂസിൻ്റെ കുറവുള്ളത് കൊണ്ട് ഒത്തിരിയേറെ പ്രശ്നങ്ങളുമുണ്ട് വീടുകളിലാണെങ്കിലും ജീവിത രീതികളിലാണെങ്കിലും ഒക്കെ. അത് ക്രിസ്ത്യൻ ആയതുകൊണ്ട് ഇവരെ ഗൈഡ് ചെയ്യാനായിട്ട് ഒരാളില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണെന്നുള്ളത് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഗ്രാമീണരെ അടുത്തറിയുകയും അവരോടൊപ്പം ഏറെ സമയം ചിലവഴിക്കുകയും വഴി മിഷണറിമാരെക്കുറിച്ചും
മിഷൻ മേഖലകളെക്കുറിച്ചും വളരെ വ്യക്തമായ ഒരു ചിത്രം ഞങ്ങൾക്ക് ലഭിച്ചു. റോഡില്ലേ അവിടെ നിന്നിട്ട് അങ്ങോട്ട് 100 രൂപ തിരിച്ച് 100 രൂപ. അപ്പോൾ ഒരു ദിവസം 200 രൂപ. 200 രൂപയ്ക്ക് പോയി പഠിക്കാനുള്ള ഒരു നിവൃത്തിയില്ല. ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ട് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയാം, ഇവർക്ക് പഠിച്ചാൽ +2 ഇവൻ കംപ്ലീറ്റ് ചെയ്ത് ഇവന് ജോബ് ഉറപ്പായി. ഇവൻ പഠിക്കുന്നതെന്നറിയാമോ, ഹെൽത്ത് അസിസ്റ്റന്റ് ആയിട്ട് +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഹെൽത്ത് അസിസ്റ്റന്റിന്റെ പോസ്റ്റുകളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത്. അതായത് എഡ്യൂക്കേഷനും ഹെൽത്തും കൂടെ എടുക്കുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. അത് ഞാൻ പറഞ്ഞു, അങ്ങനെ ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ആരുമില്ല. ഏറെ നേരം അവരോടൊത്ത് സമയം ചെലവഴിച്ച ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയും മറ്റൊരു ഭവനം സന്ദർശിക്കുകയും ചെയ്തു. ചപ്പാങ് ഗോത്രത്തിൽപ്പെട്ട വ്യക്തികൾ തന്നെയാണ് ഈ ഭവനത്തിലും താമസിക്കുന്നത്. നമ്മൾ വില്ലേജ് വിസിറ്റിൻ്റെ 2ാം ദിവസമാണ്. 2ാം ദിവസത്തിൻ്റെ ഒരു പകുതി സമയം കഴിഞ്ഞു. നമ്മൾ ഉച്ചവരെ ചെയ്തിരുന്നത് നമ്മളിവിടെ ചപ്പാങ്ക് വീടുകൾ സന്ദർശിക്കുക, ആളുകളുമായിട്ട് ഇൻട്രാക്ഷൻ നടത്തുക എന്നുള്ളതായിരുന്നു. അതൊരു പരിധിവരെ നടത്തുവാനായിട്ട് സാധിച്ചു. അവരുടെ ജീവിത രീതി കാണുവാനായിട്ട് പറ്റി, അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കുവാനായിട്ട് പറ്റി. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ അവരുടെ വീടുകളിലോട്ട് പോകുന്ന ഇതൊരു കമ്മ്യൂണിറ്റി റോഡാണ്. ഈ റോഡ് അല്പം മഴക്കാലത്ത് നശിച്ചു പോയിട്ടുണ്ട്. അത് അല്പം റിപ്പയർ ചെയ്ത് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഈ വില്ലേജിലുള്ള ഈ ചപ്പാങ്ക് വില്ലേജിലുള്ള എല്ലാവരും നമ്മുടെ കൂട്ടത്തിൽ അവരുടെയും കൂടെ സഹകരണം തരുന്നുണ്ട്. അതാ എൻ്റെ പിൻഭാഗത്ത് കാണുന്നത് വർക്ക് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.